പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മോർണിംഗ് വ്ലോഗാണ്, ശനിയാഴ്ച വ്ലോഗാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീക്കെൻഡ് തന്നെ നല്ലോണം നേരം വൈകിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആയി, 8:10 ആവാറായിട്ടുണ്ടാവും. നീറ്റിട്ട് നമുക്ക് മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുളി കഴിഞ്ഞിട്ട് ചായ ആക്കാമെന്ന് വിചാരിച്ചു. കറി ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് കറി ആക്കേണ്ട ആവശ്യമില്ല. വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും സെറ്റ് ആക്കണം. അപ്പോൾ ഇന്നും നാളെ ഒരു മടി പിടിച്ച ദിവസമാവട്ടെ, വീക്കെൻഡ് തന്നെ നല്ലോണം നേരം വൈകും. പിന്നെ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോകണമെന്ന് പ്ലാൻ ആക്കേണ്ടത് നടക്കില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ കുഞ്ഞൊരു വ്ലോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ അടിച്ചു വാരട്ടെ. തലേ ദിവസം നമ്മൾ തുടച്ചിട്ടുണ്ട്, പിറ്റേ ദിവസം ഒന്ന് അടിച്ചു വാരൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടാൽ മതി. ഞാൻ ചൂടെടുത്തിട്ടെ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ, ശനിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം വൈകിണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി നിന്നില്ലേ, നമുക്ക് കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീനാണ്. എന്താ വെച്ചാൽ പിന്നെ ഈ കുളിച്ചിട്ട് തിരുമ്പുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. തുടക്കണില്ല കേട്ടോ, നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ വൈകിട്ടാണ് നമ്മൾ തുടയ്ക്കുക. എല്ലായിടും ഒന്ന് അടിച്ച് വാരിയിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ച് റെഡി ആക്കിയിട്ട് ഒന്നൊരു സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ വീടൊരു ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വൈകിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ രാവിലെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിള്ളേർ സ്കൂളിലൊക്കെ പോണ സമയത്ത് വീഡിയോ എടുക്കലും രാവിലെ തുടപ്പും കാര്യങ്ങളൊക്കെ കൂടെ നടക്കില്ല. വൈകിട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡേയും പിറ്റേ ദിവസം വൈകുന്നേരം വരെ അവിടെ വൃത്തിയാക്കാന്നുള്ളൂ. പിന്നെ ഇവിടെ കുഞ്ഞു മക്കളൊന്നും ഇല്ലല്ലോ വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ കുഞ്ഞു മക്കളുള്ളത് രസം കേട്ടോ. എന്താ വെച്ചാൽ ഇവരതിനേക്കാളും കഷ്ടമാണ് ചില സമയങ്ങളിൽ. വെട്ടി നുറുക്കിടലും ആകെ കൂടെ അലമ്പാക്കലൊക്കെ ആയിട്ട് കണ്ണൻകുട്ടിയാണ് തീരെ ഒതുക്കി വയ്ക്കാത്ത ആൾ കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും കുറച്ചൊക്കെ ഒരു ഭേദമുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ ഒതുക്കി വയ്ക്കാൻ വേണ്ടി വലിയ പാടാണ്. വലിച്ചിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഭയങ്കര ഉഷാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതാ മൊത്തത്തിൽ റൂമും ഹാളും എല്ലാം അടിച്ചു വാരി ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഇതാ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. മുറ്റത്ത് ഈ പറഞ്ഞ പോലെ ഉമ്മർത്ത് അങ്ങനെ വലിയ കരടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പിള്ളേർ ഈ വെട്ടി നുറുക്കിയ കഷ്ണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും കൊണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടെ അങ്ങോട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇവിടെ പുല്ല് കെട്ടിയിട്ട് ഇവിടെ കണ്ണൻകുട്ടി ആ ഭാഗമൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ശരിയാക്കിയിട്ട്. പക്ഷേ അതാ രണ്ടാമതും പുല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. എന്ന് വെച്ചാൽ ആഴ്ചയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ വല്ല വിത്തും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ മുളയ്ക്കാതെ കിടക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ ബാക്കിൽ നട്ടിട്ടില്ലേ, അതിൻ്റെ അവസ്ഥ നോക്കിക്കൊള്ളുണ്ടു. ഇതൊക്കെയാണെങ്കിൽ വേണ്ടാത്തൊക്കെ ആണെങ്കിൽ വേഗം മുളച്ച് പൊന്തുകയും ചെയ്യും. അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വാരി റെഡിയാക്കിയിട്ട് നമ്മളിനി അടുത്ത പരിപാടിക്ക് നിൽക്കുകയാണ്. വെയിലില്ലേ, ഒരു 8 മണി 8:30 ഒക്കെ ആകുമ്പോഴേക്കും നല്ലോണം തെറിച്ച വെയിൽ വരും. നല്ല ചൂടായിരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവിടെ നിൽക്കാനൊക്കെ കുറച്ച് പാടാണ്. ബാക്ക് വശത്താണെങ്കിൽ നല്ല തണലും കാറ്റും വെളിച്ചമൊക്കെ ആയിട്ട് നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, നല്ല കാറ്റും വെളിച്ചമാണ്. കിച്ചണിലേക്ക് നല്ല തണുപ്പാണ്. രാവിലെ കുളിക്കാത്ത ദിവസം ഒരു ഉറക്കം തൂങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. രാവിലത്തെ കുളി കഴിഞ്ഞൊരു വിളക്ക് വെച്ച് കിച്ചണാണ് കയറി കഴിഞ്ഞാൽ ചടപടേ എന്ന് നമ്മുടെ പണി തീരണത് അറിയേയില്ല. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ കാര്യമായിട്ട് ചടപടേ തന്നെ ചെയ്യേണ്ടാത്തതുകൊണ്ടും ഈ തിരുമ്പലുള്ളതുകൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ മെല്ലെ മതി, ഇനിയിപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി 10-10:30 ആവും കേട്ടോ. ശനി ഞായറാഴ്ചയൊക്കെ ഞാൻ പിന്നെ ഡെയിലി സമയമാകും. കുട്ടികളില്ലാത്ത ദിവസം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ നേരത്തെ കാലത്ത് നീട്ടിട്ടെന്ന് തോന്നിട്ടോ. നമുക്ക് ആർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ നേരത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ. ഈ ഒരു ശനി ഞായറും ആണ് കേട്ടോ ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നേരത്തെ കാലത്ത് നീട്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊട്ടും സമയം കിട്ടില്ല. നമ്മുടെ ലൈവും കാര്യങ്ങളും അപ്ലോഡിങ്ങും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തകൃതിയായിരിക്കും കേട്ടോ. പിന്നെ ഒറ്റയ്ക്കല്ലേ ഞാൻ വീഡിയോ എടുക്കുക, അപ്പോൾ ഒരുപാട് സമയം പോവും. കുട്ടികളാകുമ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുപ്പും കഴിയും, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേഗം എനിക്ക് ഇഷ്ടപ്പെടാതെ കഴിയും. അങ്ങനെ നമ്മൾ തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കും. തോട്ടിലിപ്പോൾ അങ്ങനെ പോകാറില്ല കേട്ടോ. അവിടെ ഒരു നീർക്കോലൊരു ചേച്ചിനെ കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ പേടിയിൽ ഇപ്പം ഞാൻ തോട്ടിലും പോകാറില്ല. കുളത്തിക്കാണെങ്കിൽ അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് പിന്നെ തോളത്ത് പോക്ക് ഇപ്പോൾ കമ്മിയാണ് കേട്ടോ. അധികമൊന്നും തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് കൂട്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ പെട്ടതും ഈ പറഞ്ഞ പോലെ വൈകുന്നേരത്തെ മേലഴുകിയതൊക്കെ ആകുമ്പോഴേക്കും ഒരുപാടായിക്കോളും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ചുള്ളത്. ഇതിപ്പോൾ വൈകിട്ടത്തെ ഇൻ്റെതൊക്കെ കൂടെ ആയിട്ടാണ് കണ്ണൻകുട്ടിയുടെ ആയണം കേട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തർ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജുട്ടിയുടെ കുളി കഴിഞ്ഞാൽ അവൾ വൈകുന്നേരം ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് തിരുമ്പിക്കോളും. അപ്പോൾ പിന്നെ ഒരുപാട് ഭാരമാവില്ല നമുക്ക്. അപ്പോൾ ഇനി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഉരുപ്പിഴിയാൻ വേണ്ടി വെള്ളം നിറയണ സമയം കൊണ്ടാണ് അവിടെ ഒരു കുഞ്ഞ് ചീനിമുളകിൻ്റെ മരം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഒടിഞ്ഞ് തൂങ്ങാറായിരുന്നു. അപ്പോൾ അതിൻ്റെ കടക്കിലുള്ള മണ്ണൊക്കെ വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മണ്ണൊക്കെ കയറ്റിയിട്ട് കൊടുത്തൊന്ന് റെഡിയാക്കിയിരിക്കുകയാണ്. ചീനിമുളകല്ലേ എപ്പോഴെങ്കിലും കിട്ടുന്ന നല്ലതല്ലേ, നമ്മൾ നോക്കിയാൽ നമുക്ക് നല്ലത്. രണ്ടെണ്ണം നമുക്കും പിച്ചാലോ എന്ന് വിചാരിച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഊരിപ്പിഴിയാനുള്ള വെള്ളമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. വേഗം ഞാനിതാ ഡ്രസ്സുകളൊക്കെ ഊരിപ്പിഴിയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അടുത്ത് ഒരു ബക്കറ്റ് എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു തോളത്തിട്ടുകൊണ്ട് നിൽക്കുന്നത്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അകത്ത് പോയിട്ട് വേറൊരു ബക്കറ്റ് എടുത്തുകൊണ്ടിട്ടുണ്ട്. അത് വലിയ മടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഊരിയൊക്കെ പിഴിഞ്ഞിട്ട് നമ്മൾ വേഗം എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചിടാം നമുക്ക്. ഇവിടുന്ന് ബക്കറ്റിൽ വെള്ളം മുക്കിയിട്ട് ആ അലക്കട അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു പാടുള്ളൂ കേട്ടോ. അത് കൈവേദന ഉണ്ട്, അത്ര വലിയ
വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. ഒരു പൈപ്പ് അവിടെ തന്നെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു. നമ്മൾ മനുഷ്യന്മാർക്കില്ലേ കുറച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്നുള്ളൊരു ആക്രാന്തം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവില്ലേ, ആ മനോഭാവം തന്നെ. ആദ്യം കല്ല് കിട്ടാത്ത പായാരായിരുന്നു, തിരുമാങ്കല്ലില്ലേ എന്ന് പറഞ്ഞിട്ടായിരുന്നു പായാരം തോട്ട് പോകുമ്പോൾ. അപ്പോൾ തിരുമാങ്കല്ല് കിട്ടിയപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ പൈപ്പ് ഇവിടെ എൻ്റെ ആയിരുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഈ ഒരു പൊന്തിക്കുമ്പോൾ കയ്യിൽ നല്ല പെയിനാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ വേറെ കേടൊന്നുമില്ല. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ വീട്ടിൽ ഒരു കല്ലുള്ളതും നല്ല തന്നെയാണ്. തോട്ടിൽ പോയിട്ട് തിരുമ്പി വരുന്നത് അത് വേറൊരു ഫീലാണ് കേട്ടോ. നമുക്കിനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വിരിപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് തോട്ടിലോ കുളത്തിലോ എങ്ങാനും പോവാം. വേഗം തന്നെ ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഊരി പിഴിഞ്ഞത് അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് ഇനി ഞാൻ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. കുളി കഴിഞ്ഞിട്ട് ഓടി വരാം. എന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. രാവിലത്തെ കുളി അങ്ങോട്ട് മെനക്കിട്ട് കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസം എന്ന് പറയണത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞൊരു ഒരുക്കം, അത് മുഖ്യം പികിലെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ പോയി പറഞ്ഞ പോലെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് ഒന്നുകൂടി കുഞ്ഞതായിട്ട് ഒരുങ്ങിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അത് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ വയസ്സായില്ലേ എന്താ ഈ കാട്ടി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിത് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യം. കുളി കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ, ഒരു പോൺസിൻ്റെ അല്ല, എന്തായിരുന്നു ഇതിൻ്റെ വാസലിൻ്റെ ഒരു പുതിയ ഒരു സംഭവമില്ലേ, അതായിരുന്നു. അപ്പോൾ അതൊക്കെ മുഖത്തൊക്കെ വാരി പൂശിയിട്ട് ഒരു പൊട്ടും വെച്ച് ഒരു ചെറിയൊരു കുറിയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം, ഒരു മനസ്സുഖം. ഇത് എപ്പോഴും പറയണ പോലെ തന്നെ കേട്ടോ. അല്ലാണ്ട് എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ താങ്ങി തൂങ്ങി നിൽക്കുമ്പോൾ ഇല്ലാത്ത ടെൻഷനും പായാരൊക്കെ എനിക്ക് വിളിച്ച് ഓതി വരണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കണ്ണൊക്കെ എഴുതിയില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമുള്ള പോലെ എല്ലാവരും നോക്കി എന്താ അത്ര സങ്കടം, എന്താ ടെൻഷൻ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ കണ്ണെഴുതാതെ എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു കണ്ണെഴുതിയൊരു പൊട്ടും തൊട്ട് ഒരു കുറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അംഗം വെട്ടാനുള്ള സമയമായി. കിച്ചണിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓണാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് രാവിലത്തെ കാര്യങ്ങളിൽ കറി വെക്കണ്ട, അതാണ് പിന്നെ പകുതി ഒരു സമാധാനം. തലേ ദിവസം രാത്രിയിൽ വെച്ച ചിക്കൻ്റെ അടിപൊളി കറി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചപ്പാത്തി കുഴച്ചുണ്ടാക്കി പരത്തണ്ട മടിക്ക് നമ്മളിന്ന് ഗോതമ്പ് ദോശ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ 1 year ആവാറായി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഗോതമ്പ് ദോശയുടെ സംഭവം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആർക്കും വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല, പിള്ളേർക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോൾ എനിക്ക് എന്തോ ഒരു മടി കുടുങ്ങിയോണ്ടും വേഗം തന്നെ ഒരു ഗോതമ്പ് ദോശ ഒരു 5-8 അങ്ങോട്ട് ചുട്ടെടുക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചപ്പാത്തി പരത്തേണ്ട മടിയുണ്ട് ഒന്നാമത് കേട്ടോ. ഇതാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. പാകത്തിന് പൊടിയൊക്കെ എടുത്ത് ഉപ്പിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കലക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഉപ്പ് തീർന്നിട്ടുണ്ട് ഭരണിയിൽ. നമ്മൾ ഉപ്പ് ഭരണിയിൽ തീരാൻ പാടില്ല എന്ന് പറയാറില്ലേ. എപ്പോഴും ഉപ്പിൻ്റെ ഒരു പാക്കറ്റ് ഞാനവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അമ്മയൊക്കെ പറയാറുണ്ട് ഉപ്പും കടുകും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് വിത്തറ്റ് പോകാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഒരു പാക്കറ്റ് ഉപ്പ് എപ്പോഴും ഞാൻ കണ്ടറിഞ്ഞ് വെക്കാറുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ആകെപ്പെടും. ഇവിടുന്ന് അങ്ങ് തലയ്ക്ക് വരെ ഞാൻ കടയിലേക്ക് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ മാതിരിയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഭരണിയിൽ ഉപ്പൊക്കെ നിറച്ചിട്ട് നമുക്കിനി ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേഗം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പിള്ളേർക്ക് പറ്റാത്തൊരു കേടുള്ളൂ. ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് കഴിക്കുമ്പോൾ എനിക്കും പാടാം. പിന്നെ വല്ലപ്പോഴൊക്കെ ആവാട്ടോ. ചില സമയങ്ങളിൽ മടി കൂടുങ്ങുമ്പോൾ നമുക്ക് ആക്കൊക്കെ ചെയ്യാം. അങ്ങനെയും കഴിച്ചവർ ശീലമാണല്ലോ. ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അത് അത്രയും കഴിക്കാത്തൊരു സംഭവമാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വേഗം ദോശ ഉണ്ടാക്കാം കേട്ടോ. രാവിലെ ആവുകൊണ്ട് തന്നെ പലവിധ കിളികളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. കുറേ സമയം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോട്ടിൽ ചിര കെട്ടിയിട്ട് ആ ഒരു വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഞാൻ കുറേ നേരം ഈ ജനലിൻ്റെ അവിടെ കസേര ഇട്ടിട്ട് വന്നിരുന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട്. എന്നിട്ട് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടന്ന് ഉറക്കം വരുമല്ലോ. നല്ല രസമാണ്. നമ്മൾ ഈ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലോണം കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദോശ ആവണ സമയം കൊണ്ട് നമുക്കൊരു ബോട്ടിൽ വെള്ളം നിറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ചെയ്യാണ്. ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ നിറയ്ക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം കേട്ടോ. പക്ഷേ എനിക്ക് പച്ചവെള്ളം കുടിച്ചാൽ വേണ്ടി പോവില്ല, ഒമിറ്റ് ചെയ്യാൻ വരും. കുറച്ച് തണുപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ പിന്നെ മടമടാന്ന് തന്നെ കുടിച്ചോളൂ. 2-3 ബോട്ടിൽ. എനിക്കൊരു ബോട്ടിൽ മേടിക്കണം, അങ്ങനെ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീലിൻ്റെ നല്ല ബോട്ടിൽ മേടിക്കണം. അതുവരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ദോശ മാത്രമേ ചുടണുള്ളൂ. എന്താ വെച്ചാൽ അത് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ചധികം ചുട്ട് വെക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ദോശയായിട്ട് നമ്മുടെ തലേ ദിവസത്തെ കറി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ചൂടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കറികളും കാര്യങ്ങളൊന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ ദിവസമൊന്നും കൂട്ടാറില്ല കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തലേ ദിവസം രാത്രി വയ്ക്കുന്ന ചിക്കൻ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അങ്ങനെ കുറച്ചെടുത്തേക്ക്. എന്നല്ല നമ്മളിപ്പോൾ 2 ദിവസത്തിനുള്ള കറി ഫ്രിഡ്ജിലാക്കി വെക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെയുള്ള തിരക്കോ കാര്യങ്ങളോ പുറത്ത് ജോലിക്കൊന്നും പോകാത്തതിനെ കൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പുറത്ത് ജോലിക്ക് പോണ സമയത്തും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അതൊക്കെ ആക്കിയിട്ട് നമ്മുടെ ചായ ഉണ്ടായിരുന്നു, ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നേ. അത് ഈ പൂജിട്ടിയാണ് വീഡിയോ കൊടുക്കുന്ന ആൾ. അത് അതിനകത്തേക്ക് ഇന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പാലാണ് കേട്ടോ. അതിനകത്തേക്ക് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു പാക്കറ്റ് പാല് വാങ്ങിയോണ്ട്
ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഒരു ഗ്ലാസ് എടുത്തേച്ചതായിരുന്നു. ഞാനും കണ്ണൻകുട്ടിയും മാത്രമാണ് ഇവിടെ പാൽ ചായയൊക്കെ കുടിക്കുള്ളൂ. പൂജയ്ക്ക് ഇഷ്ടമല്ല പാലൊന്നും. അങ്ങനെ പാൽ ചായയൊക്കെ ആയി. ഇനി നമ്മളിതാ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് ഇതൊക്കെ കൂടെ കൊടുന്ന് വെക്കുകയാണ്. കണ്ണൻകുട്ടി കുളിക്കാൻ പോയിരിക്കും. അവൻ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ തോട്ടിൽ ചാടിയിട്ട് കേട്ടോ. ചായയൊക്കെ എടുത്തിട്ട് ഇനി ഞാനും പൂച്ചിട്ടും കൂടി ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. അവനെ കാത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശന്നിട്ട് ഇതാ വയറ്റുന്ന വല്ല കുടൽ കരിയണ സ്മെല്ല് വരും. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നല്ല ചൂട് ദോശയുണ്ട്. കറി ഒരു രക്ഷയില്ലാത്ത കറിയാണ് കേട്ടോ. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പൂജുട്ടി പറഞ്ഞ പോലെ തന്നെ കറി ഒരു സീനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻകുട്ടിയുടെ ദോശ അവിടെ ഇരിക്കേണ്ടത് വെച്ചാൽ അവൻ വരികയാണെങ്കിൽ വേഗം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് അടച്ചു വെക്കാം, അവൻ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അവൻ കുളിക്കാൻ പോയിട്ടല്ലേ, കൂട്ടുകാരൊക്കെ തമ്പും കെട്ടിയിട്ട് അവരൊക്കെ കൂടെ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് സമയമാവുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വേഗം പാത്രങ്ങൾ കൈയോടെ കഴുകി വെക്കട്ടെ. നമ്മളില്ലേ 2-3 ദിവസം ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കുറച്ചധികം ഷോർട്സ് റീൽസൊക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിക്കും. അന്നത്തെ ദിവസം ഈ പൂജുട്ടി എന്നോട് പിടിച്ച് ബെഡിൽ കൊണ്ടേ കിടത്തിയിട്ട് പറയും കുറച്ച് നേരം നമുക്ക് കാര്യമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങും. പിന്നെ അവളെ നീക്കണമെങ്കിൽ 1-1.5 മണിക്കൂറാവും. പിന്നെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂഡുണ്ടാവില്ലല്ലോ. ആ ഒരു സമയത്ത് ഞാൻ വിചാരിക്കുന്ന രീതിക്ക് ഷോർട്സ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടം ദേഷ്യമൊക്കെ വരും. അതുകൊണ്ട് പിന്നെ ഞാനത് എടുക്കാൻ വേണ്ടി മെനക്കെടാറില്ല. ആ ഒരു എയിമിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ജീവൻ ഉണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. ഈ ഒരു കുറച്ച് ദിവസത്തെ ലീവ് മൊത്തം അങ്ങനെ ഉറങ്ങി തീർത്ത് പോയതാണ്. ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങൾ മുറക്കി ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കില്ലെങ്കിൽ ഇവർ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ പെട്ടുപോകും കേട്ടോ. ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ ഒരാളാവുമ്പോൾ അല്ലേ ആകെ കൂടെ പണിയാവും, പിന്നെ മടിയാവും, സങ്കടമാവും, ദേഷ്യമാവും, ആകെ കൂടെ അലമ്പാവും. അതുകൊണ്ട് ഞാനുള്ള സമയം എൻ്റെ കാര്യങ്ങൾ വേഗം ഇങ്ങോട്ട് തീർക്കാൻ വേണ്ടി നോക്കും. ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലില്ലേ പണി വാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. എന്നാൽ തന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് തരാണെങ്കിൽ കയ്യും കാലും പിടിക്കണം, ഒന്ന് വായോ പറഞ്ഞ് ഇല്ലെങ്കിൽ അതിങ്ങനെ പാടി പിന്നാലെ നടക്കണം. എനിക്കാണെങ്കിൽ അത് വലിയ പാടാണ്. എൻ്റെ ഒരു കാര്യം ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, അതങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അത് കുഞ്ഞ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഷാജേട്ടൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് ഇന്നത് വേണം, ഇല്ലെങ്കിൽ അത് വേണം, ഇത് വേണം എന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്തോ എനിക്ക് കണ്ടറിഞ്ഞിട്ട് നമുക്കൊരാളിങ്ങോട്ട് ചെയ്തു തരികയാണെങ്കിൽ ഓക്കെ, അത് ഓക്കെ. അല്ലാതെ നമ്മളിങ്ങനെ പയാരം പാടി അങ്ങനെ വാശി പിടിച്ച് അല്ലെങ്കിൽ തെറ്റി നിന്ന് അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങനെ തരുന്ന ഒരു സാധനത്തിൽ എനിക്ക് വലിയൊരു എനിക്കിഷ്ടമല്ല, താല്പര്യമില്ല. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അവരിങ്ങോട്ട് ചെയ്തു തരുന്ന കാര്യത്തിനോട് എനിക്ക് എന്തോ ആ ഒരു സംഭവത്തിനോടൊരു സ്നേഹക്കുറവ് പോലെ എനിക്ക് പിന്നെ പൊട്ടബുദ്ധിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അതുപോലെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോണത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം രാവിലത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ മക്കളെ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, ലൈക്കും കമൻറ്റും ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം കേട്ടോ. നമ്മൾ ഡെയിലി ലൈവ് ഒന്നരാടെ ലൈവ് പോകുന്നുണ്ട്, ഡെയിലി ലോങ് വീഡിയോ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് കൂട്ടാകണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ, സീ യു.